ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ടൊക്കെ എല്ലാവരുടെയും വന്നു കഴിഞ്ഞു. ചില വിദ്യാർത്ഥികൾ ചില സബ്ജക്റ്റിൽ ഫെയിലാവുകയോ അല്ലെങ്കിൽ ഉദ്ദേശിച്ചത്ര മാർക്ക് ലഭിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടായേക്കാം. നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഉദ്ദേശിച്ചത്ര മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ അത് ഫെയിലായി. ആ സബ്ജക്റ്റ് ജയിക്കുമെന്ന് ഉറപ്പുണ്ടായി, ബട്ട് ഫെയിലായി. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ട് എങ്കിൽ നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും റിവാലുവേഷന് കൊടുക്കുക. അപ്പോൾ റിവാലുവേഷൻ്റെ കൊടുക്കാനുള്ള ഡേറ്റൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ SDE CB CSS BCom അപ്പോൾ SD വിദ്യാർത്ഥികൾ BCom BBA വിദ്യാർത്ഥികൾക്ക് റിവാലുവേഷന് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് മാർച്ച് 6 വരെയുണ്ട്. 2016 മുതൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള SDE BCom BBA വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിന് വേണ്ടിയിട്ടുള്ള റിവാലുവേഷന് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് മാർച്ച് 6 പിന്നെ SD വിദ്യാർത്ഥികളല്ലാത്തവർ റെഗുലർ സ്റ്റുഡൻസ് ആണെന്നുണ്ട് എങ്കിൽ അവരുടെ ഫസ്റ്റ് സെമസ്റ്റർ റിവാലുവേഷൻ BCom BBA വിദ്യാർത്ഥികൾക്ക് റിവാലുവേഷന് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് മാർച്ച് 5 വരെയാണ്. അപ്പോൾ അത് 2016 മുതൽ അഡ്മിഷൻ എടുത്തവർക്കൊക്കെ അപ്ലൈ ചെയ്യാം, രജിസ്ട്രേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ BCom BBA വിദ്യാർത്ഥികൾ SDE റെഗുലർ സ്റ്റുഡൻസ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ വരെ എല്ലാവർക്കും റിവാലുവേഷന് കൊടുക്കാനുള്ള ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. റെഗുലർ സ്റ്റുഡൻസിന് 5 മാർച്ച് 5, SDE വിദ്യാർത്ഥികൾക്ക് മാർച്ച് 6 ആണ്. ഓക്കെ, ഇനി റിവാലുവേഷൻ ഫസ്റ്റ് സെമസ്റ്റർ BSc BCA BA BSW തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ റെഗുലർ സ്റ്റുഡൻസ് അവർക്ക് റിവാലുവേഷന് കൊടുക്കാനുള്ള അവസാന തീയതി മാർച്ച് 4 അപ്പോൾ റെഗുലർ സ്റ്റുഡൻസ് BA BSc വിദ്യാർത്ഥികൾ റിവാലുവേഷന് കൊടുക്കാനുണ്ടെങ്കിൽ മാർച്ച് 4 മുമ്പായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ 2016 മുതൽ അവർക്കും എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുത്തവർക്കൊക്കെ റിവാലുവേഷന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ SDE BA BScൻ്റെ റിവാലുവേഷന് കൊടുക്കാനുള്ള ഡേറ്റ് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഉടനെ അറിയിക്കുന്നതാണ്, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം. റിവാലുവേഷൻ ഏകദേശം 700 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് റിവാലുവേഷന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ റിവാലുവേഷൻ്റെ ഫീസ് ഒരു സബ്ജക്റ്റ് റിവാലുവേഷന് 700 രൂപയാണെന്ന് പ്രത്യേകം ഓർക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ ഒക്കെ റിവാലുവേഷന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ പല കുട്ടികളും ചോദിക്കുന്നതാണ് റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് എന്നാണ് വരിക എന്നുള്ളത്. എന്തായാലും ഒരു 5-6 മാസം ചുരുങ്ങിയത് എടുക്കും റിവാലുവേഷൻ റിസൾട്ടൊക്കെ വരാൻ. എന്തായാലും ഒരു എക്സാം എഴുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി എക്സാം നിങ്ങൾക്ക് വരുന്നത്, സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം വരുന്നത് മാർച്ചിലാണ്. അതിൻ്റെ ആ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതായിട്ട് മുന്നേ റിവാലുവേഷൻ്റെ റിസൾട്ടൊക്കെ വരും. അപ്പോൾ ഫെയിലായവർ റിവാലുവേഷനും അപ്ലൈ ചെയ്യുക, അതേപോലെ സപ്ലിക്ക് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വന്ന കുട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻസും ഡൗട്ട്സ് ഉണ്ടാവും. നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ അറിയുന്ന ഡൗട്ട്സിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.